ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വീട്ടിൽ നമ്മളെ തറവാട്ട് വീട്ടിൽ നോമ്പുത്തുറാണ്. അപ്പോൾ നോമ്പുത്തുറൻ്റെ ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഞാൻ 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോഴും ഇത് ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. കാരണം കുട്ടികളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഒരു ചൈൽഡ് സേഫ്റ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇത് പിന്നെ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോമ്പുത്തുറ അതിനെക്കൊണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ലിസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഞാനൊരു വലിയൊരു അവായി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കാരണം ഞാൻ ഓരെങ്ങനെ കാത്തുക്കണം, എല്ലാവരും വരാമെന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഓരെ കാത്ത് നിൽക്കുകയാണ്. കുറേ നേരം കാത്തു നിന്നിട്ട് ഓല കാണില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഉള്ളിലേക്ക് പോയി നമുക്ക് ഇന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇക്കാക്കാണ് പോണത്. അപ്പോൾ ഇവനാണെങ്കിൽ നീച്ചിട്ടില്ല. അവൻ നീച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ കഴിയുള്ളൂ. പോകാൻ കിടക്കുന്ന റൂമിൽ ഞാൻ പോയിങ്ങാണ്ട് ലൈറ്റും ഫാനൊക്കെ ഓഫാക്കിങ്ങാണ്ട് ലൈറ്റ് ഇട്ടിട്ടൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നീപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കാരണം നമുക്ക് ലേറ്റ് ആവാണ്, നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചാലേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കുറച്ചല്ലല്ലോ, നമ്മൾ കുറേ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഓണിച്ചാലേ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ വേഗം ഓനെ നീപ്പിച്ച് അങ്ങനെ പിന്നെ ഞാൻ പോയി നോക്കി. പിന്നെ എനിക്ക് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി തൊടിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പിന്നെ മക്കളൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ ഓർക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കണം. പിന്നെ ഇലയുടെ ഉണ്ട്, ഇന്നലെ നോമ്പ് തുറക്കാൻ നമുക്ക് ഇലയുടെ ആയിരുന്നു, അങ്ങനെ അത് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ പാഡ്സിൻ്റെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അത് അടുപ്പത്ത് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് അരിഞ്ഞെടുക്കാനുള്ള ഉള്ളിയാണ്. പിന്നെ ഒരു ഷമാമുണ്ട്, ഷമാമല്ല കേട്ടോ ജ്യൂസ് അടിക്കണം. അങ്ങനെ ഞാൻ പിന്നെ ഇതാ അടിച്ചു വാരി എടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി തൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരെ കുളിച്ചിട്ട് നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി നോക്കുമ്പം കട്ട്ലേറ്റിനുള്ള മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അട്ടോലൊക്കെ വന്നത്. പിന്നെ ഞാൻ പോയിട്ട് റൂമത്തെ ജനവാതിലും കർട്ടനൊക്കെ മാറ്റിയിട്ട് ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു സൂര്യപ്രകാശമൊക്കെ അങ്ങോട്ട് കയറട്ടെ വിചാരിച്ചു. നമ്മൾ കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് വെച്ചിക്കണ്. പിന്നെ പഴം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സമൂസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അതിനെക്കൊണ്ട് അതൊന്നും ഉണ്ടാക്കേണ്ട പണിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ അടുക്കള വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് അടുക്കള വൃത്തിയാക്കാൻ പോവാം. അടുക്കള വൃത്തിയാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മളവിടെ ക്ലീൻ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ കട്ട്ലേറ്റൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലേനും. അങ്ങനെ നമ്മൾ പാത്രം കഴുകി വന്ന് നമ്മൾ പണി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5-5:30 ആയിക്കണ്. അപ്പോൾ ഇനിയും ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം വാട്ടർ മെലണും അതുപോലെ കക്കിരിയാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. പിന്നെ അത്താഴത്തിലേക്കുള്ള ഫുഡിനുള്ള മീൻകറിക്കുള്ള മീനൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട്, അതുപോലെ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ ഒക്കെ പാടെ വേഗം സ്പീഡ് ആക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ആ തിരക്കിൽ ഓരോരുത്തരുടെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിനെക്കൊണ്ട് വീഡിയോൻ്റെ സൈസൊക്കെ മാറിയിട്ടൊക്കെ ആട്ടോ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ഒച്ച ഉണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുപ്പിക്കൽ പോലെ തോന്നും. കാരണം അമ്മ അതിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ആണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം. ഇവിടെ ഫ്രൂട്ട്സ് ഫാം കസ്കസ് 5:45 അപ്പം നമ്മൾ വീട്ടിലത്തെ ലൈറ്റ് എല്ലാ നോമ്പ് പിടിക്കലുണ്ട്. അപ്പം നമ്മൾ ഓല വെക്കാൻ പാടില്ല. അപ്പം നമ്മളിപ്പോൾ കൊലിക്ക് കൊണ്ടെടുക്കാൻ പോകാത്ത നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി നോമ്പ് പിടിക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുക്ക് വേണ്ടിയിട്ടുള്ള പലഹാരമൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ കുറച്ച് നല്ലൊരു വെളിച്ചമൊക്കെ ഉള്ള സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അങ്ങനെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ നോമ്പുറക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എല്ലാവരും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. പലഹാരങ്ങളും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഇവിടെ സെറ്റാണെങ്കിൽ ഇത് കൊണ്ട് വെക്കാനുള്ളൊരു പണി. പിന്നെ വ്ളോഗും ഷോർട്സും എടുക്കുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ ചിലപ്പം വ്ളോഗ് എടുക്കാൻ മറന്നു പോകും. അപ്പോൾ അതിനെക്കൊണ്ട് ഷോർട്സിൻ്റെ ക്ലിപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. ജ്യൂസിലേക്കൊക്കെ നമ്മൾ ഐസൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെ സെറ്റാണ്. ഇനി നമ്മൾ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ പിന്നെ ഇതാ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതുവരെ ആദ്യം വന്നതാണ്. ഇതിലോരോ മുഖം ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വളച്ചുങ്ങാണ്ട് വരിക കേട്ടോ. പിന്നെ എന്തോ ഒരു അഭിനയം. പിന്നെ നമ്മൾ നോമ്പുറക്കാനുള്ള നേരമൊക്കെ ആയപ്പം എല്ലായിടത്തും ടേബിൾ മേലേക്ക് സെറ്റാക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മളാണ് കേട്ടോ സെറ്റാക്കി വെച്ചത്. അതിനെക്കൊണ്ട് തന്നെ എല്ലാവരും കൂടി വന്ന് ഇരിക്കാൻ നേരം നോക്കുമ്പം ഒക്കെ എവിടേക്കൊക്കെ ഒരു കുളമായ പോലെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഉള്ള സാധനം ഇവിടെ ഇല്ല, അവിടെ ഉള്ള സാധനം അവിടെ ഇല്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതിനെ കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ബാക്കി ഇപ്പന്മാരൊക്കെ വന്നുകൊണ്ടൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറക്കാൻ കുറച്ചും കൂടി നേരം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാം വേഗം സെറ്റാക്കി കഴിഞ്ഞാൽ അപ്പം നേരം പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പം നമ്മൾ ഈ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ നേരത്ത് പിന്നെ ഒരു ജഗപ്പുകയായിട്ടോ. അങ്ങനെ അകത്തേക്ക് വന്ന് നോക്കിയപ്പം ഫ്രൂട്ട്സ് കുറച്ചും കൂടി ആവശ്യമുണ്ട്. അപ്പം അതിനെക്കൊണ്ട് ഫ്രൂട്ട്സൊക്കെ അവിടെ എല്ലാവരും അരിഞ്ഞും കൊണ്ടൊക്കെ
കഴിക്കാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നല്ല റാഹത്തായിട്ട് തന്നെ എല്ലാവരും നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ ഈ ഒരു റമദാനിൽ ഏറ്റവും നല്ലൊരു അടിപൊളി നോമ്പ് ഇതാണെന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഇത്രയും ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ മാത്രം നോമ്പ് തുറക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവരും കൂടി തുറക്കുമ്പോൾ അതൊരു നല്ലൊരു രസമുള്ളൊരു നോമ്പ് തുറ തന്നെയായിരുന്നു. പിന്നെ ഇതിന് ശേഷം നമ്മളെല്ലാവരും നേരെ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ ആണുങ്ങളെല്ലാവരും പള്ളിയിലും പോയി, പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കാലത്തിന് കണ്ടതിനെ കൊണ്ട് തന്നെ കുറേ വർത്താനം പറഞ്ഞ് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിലോടുത്ത് വൃത്തിയാക്കി മൊത്തം സെറ്റാക്കിയതിന് ശേഷം ഒരു 9-9:30 ഒക്കെ ആയതിന് ശേഷമാണ് നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ പോയത്, ബിരിയാണി തിന്നാൻ പോയത്. ഒരു 9:30 ഒക്കെ കഴിക്കണം. ഇതൊരു ചെറിയ നോമ്പറാണ്. നമ്മൾ ഈ ഒരു ഫാമിലിയിലേക്ക് ഇനിയും കുറേ ആൾക്കാർ കൂടാനുണ്ട്. ഇത് ഇൻകംപ്ലീറ്റ് ഫ്രെയിമാണ്, കുറേ ആൾക്കാരൊന്നും ഇല്ല. നമുക്കിന്ന് ചോറ്, ബിരിയാണി ഉണ്ട്, ബിരിയാണി, ചിക്കൻ ബിരിയാണി, അച്ചാറ്, കായം, ഫാമിദ, ഷേഹമോൾ, റിഫമോൾ, അവിടെ ഫർവീസ് അവർകൾ അവിടെ ഉമ്മർ ബാബു അവർകളുണ്ട്. അപ്പം നമ്മളിങ്ങി ഫുഡ് കഴിക്കാൻ പോകുന്നു. ജുലുമാമി ഉണ്ട് കേട്ടോ, ഇനി വലിയോര്. സിഗ്മ ബോയ് നമ്മൾ ബിരിയാണി തിന്നാൻ പോവാണ്. എനിക്ക് മതിയൊക്കെ ഇങ്ങോട്ടല്ലേ. നമ്മൾ ചോറ് തപ്പാം. നമുക്ക് നല്ല ബിരിയാണി ഉണ്ട്, നമുക്ക് റൈസ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.